ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി നമ്മളൊക്കെ തിരുവനന്തപുരത്ത് നിത്യം ഞാനൊക്കെ നിത്യം കഴിക്കുന്ന ഒരു റെസിപ്പി തന്നെ കേട്ടോ. എനിക്ക് ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷേ ഞാൻ എന്നാൽ പിന്നെ ആ പെർട്ടിക്കുലർ കടയിൽ പോയി വാങ്ങിച്ച് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ആരോഗ്യ വായ്പ നിങ്ങൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നില്ലേ? അത് കഴിക്കുന്നതുകൊണ്ട് തന്നെ കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന മട്ടൺ ഓംലേറ്റാണ്. ഈ മട്ടൺ ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കൂടിപ്പോയാൽ ജോലി വരുന്നത് ആ മട്ടൻ്റെ പ്രിപ്പറേഷനിൽ മാത്രമേ നമുക്ക് ജോലി വരുന്നുള്ളൂ. അത് എന്നൊക്കെയാണെന്ന് വെച്ചാൽ മട്ടൺ വേവിക്കണം. മട്ടൺ ഇച്ചിരി വേവ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. മട്ടൺ ആ ഓംലെറ്റിനകത്ത് വെക്കുന്ന ആ മട്ടൻ്റെ മാത്രമേ ഉള്ളൂ നമുക്ക് ജോലി. ഓംലെറ്റ് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെന്നൊക്കെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ, മട്ടൺ ഇതൊരു 1/2 kg. അതിനകത്ത് എല്ലൊന്നുമില്ല. എന്നാൽ ഇച്ചിരി ആ ഒരു അതിനകത്ത് ചേർന്ന് വരുന്ന ആ കൊഴുപ്പേ ഉള്ളൂ. അത് ഇച്ചിരി വേണം, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു വലിയ സവാള വേണം. അത് എന്നാ പറഞ്ഞ ഇപ്പം നമുക്ക് എല്ലാം കൂടി ഇട്ട് വേവിക്കാൻ, അതുകൊണ്ട് ഇപ്പം നീളത്തിലരിഞ്ഞാലും എന്നാ പറഞ്ഞ അരച്ച് ചേർത്താലും എല്ലാം ഒരുപോലെ തന്നെ ഉള്ളൂ. ചെറിയ ഉള്ളി ആണെങ്കിൽ അങ്ങനെ കയ്യിൽ എന്നാ വാക്കുള്ളതെന്ന് വെച്ചാൽ ആ ഉള്ളി മതിയാവും. ചെറിയ ഉള്ളിയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷെ ഇപ്പം ഞാനിവിടെ അരിഞ്ഞേക്കുന്ന ഒരു സവാള, അതേപോലെ മീഡിയം സൈസ് ഒരു ടൊമാറ്റോ. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ കറിവേപ്പിലയായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് എന്നാ വിഷമമായിരുന്നെന്നറിയോ, ഇന്ന് എൻ്റെ കറിവേപ്പിലയുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇഞ്ചിയുടെ പേസ്റ്റായത്, അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തേച്ചാൽ മതി. 1/2 കിലോ മട്ടൺ എന്നാ വേണ്ടിയ ഒരു കഷ്ണം ഇഞ്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അളവേ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ണം എടുക്കുന്നതിൻ്റെ ഒരു 1/2, 1 കിലോയ്ക്ക് ആ ഒരു വലിയ കഷ്ണം എടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു ടീസ്പൂൺ എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി മതി കേട്ടോ. അപ്പോൾ ഇച്ചിരി എന്നാ പറയുന്നത്, എപ്പോഴും ഞാൻ പറയത്തില്ല എരിവില്ല, എന്നാൽ ഇച്ചിരി ഗ്രേവി കാണും. പിന്നെ വേണ്ടിയത് ഇച്ചിരി ഏലക്കായൊക്കെ ഫ്ലേവർ പോലെയാണ്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി പെരിഞ്ജീരകം, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കശകശ. ഈ കശകശ ആണെങ്കിൽ കുതിർത്തിടുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മൾ അരയ്ക്കുമ്പോഴത്തേനും അത് നല്ലതായിട്ട് അരിഞ്ഞു വരും. പിന്നെ കുറച്ച് തക്കോലം, പിന്നെ കുറച്ച് പട്ട, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇത്രയും മതി നമ്മുടെ മട്ടൺ ഓംലെറ്റ് അല്ലേ. ഇത് ശരിക്കും എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയ മസാല ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ, ദോശ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് മസാല വെക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ച് നമ്മൾ ഇതിൻ്റെ ഈ മസാല തയ്യാറാക്കി വെക്കും. അത്രയേ ഉള്ളൂ സാധനം. പക്ഷേ ഈ മസാല ഉണ്ടാക്കാൻ നമുക്ക് ഇച്ചിരി ഒരു പ്രയാസം വരുന്നത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഈ മസാല എന്നാന്ന് വെച്ചാൽ സ്പൈസസ് എല്ലാം കൂടി ഒന്ന് പൊടിക്കണം. ഒന്നെങ്കിൽ സ്പൈസസ് എല്ലാം കൂടെ പൊടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സ്പൈസസും എല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ചെന്നാന്ന് വെച്ചാൽ നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുത്തേച്ചാലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല. എന്നാന്ന് വെച്ചാൽ എല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ആവുകയും ചെയ്യും. ഇപ്പം ഞാൻ എന്നാലും ഒരു കാര്യം ചെയ്യാം, പൊടിയും സ്പൈസസും എല്ലാം കൂടെ നമ്മുടെ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം എന്തായാലും ഞാൻ മഞ്ഞൾപ്പൊടി വെച്ച് തുടങ്ങാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മുളക് പൊടി എരിവ് ഇഷ്ടമാകുന്നതിൽ ഇടാം. ഇത് ഇട്ടേച്ച് എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ച് എന്നാ പറയുന്നത് വറ്റൽ മുളക്, അതായത് ക്രഷ്ഡ് ചില്ലിയില്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി വറ്റൽ മുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഇച്ചിരി പൊടിച്ചേച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ എന്തായാലും മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. എരിവ് വേണ്ടിയവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഒരു 2 വലിയ ടീസ്പൂൺ. അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് ഇഞ്ചി, അതേപോലെ 1 സ്പൂൺ വെളുത്തുള്ളി. ഇനിയാണു ഞാൻ സ്പൈസസ് ഇടാൻ പോകുന്നത്. സ്പൈസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏലക്കായ എനിക്ക് പൊതുവേ കറിവേപ്പില പോലെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏലക്കായ്ക്ക് കണക്ക് പറഞ്ഞാൽ അധികപ്പറ്റായി പോവും. പക്ഷെ എന്നാലും ഒരു 4-5 എണ്ണം കേട്ടോ. പിന്നെ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് എന്നാ പറയുന്നത് ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ കശകശ. കശകശ ചേർക്ക് വന്നതിലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല സ്വാദാണ്, അതുകൊണ്ട് ഒരു വലിയ സ്പൂൺ കശകശ തന്നെ ഇട്ടു. 1 കിലോയ്ക്കാന്നു 2 തക്കോലം. പക്ഷേ ഇവിടെ എനിക്ക് 1/2 kg ആയതുകൊണ്ട് ഒരു വലിയ ഒരു പൂ മാത്രമേ ഇടുന്നു.
പിന്നെ വലിയ കഷ്ണം ആ പട്ട 1 കിലോയ്ക്കൊക്കെ ഇടുന്നത്. പക്ഷേ ഇതൊരു മെലിഞ്ഞ ഒരു ചെറിയതേ ഉള്ളൂ, അതിന് ഒരു കഷ്ണം ഞാൻ ഇടുക. ഇപ്പം ഞാൻ സ്പൈസസും പൊടിയും എല്ലാം ഇട്ടേക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അരയ്ക്കാം. ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബൗൾ എടുത്തേച്ച് ഈ മട്ടൺ ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ ഇതൊരു വലിയ സവാള, എന്നാലും ഞാൻ അര ഇട്ടപ്പത്തേനുണ്ടല്ലോ ഇച്ചിരിയൊക്കെ ഉള്ളൂ. അതിന് വെന്ത് വരുമ്പോഴത്തേന് ഇച്ചിരിയും കൂടെ പോകത്തില്ലേ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഹാഫേ ഇടുന്നുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ടൊമാറ്റോയും. പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടെ. പിന്നെ ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് പിന്നെ ഇട്ടേച്ചാലും മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ഉപ്പ് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചി വേവുകയല്ലെന്നാണ് പറയുന്നത്. പിന്നെ അഥവാ ഒരു വേവണമെന്നൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ടിപ്പാ, ഇതിനകത്തോട്ട് ഇച്ചിരി വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു ചിരട്ട കഷ്ണം ഇടാം. ഇത് എന്നാ വേണേലും ചേർക്കാവേ, അന്നേരം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് എന്തായാലും മട്ടൺ എന്തായാലും നമുക്ക് ചീനച്ചട്ടി വെച്ചാൽ ഒക്കുകയല്ല, ഞാനിത് പ്രഷർ കുക്കറിനകത്ത് വെച്ചാലേ ഇത് വേവത്തുള്ളൂ. മട്ടൺ ആയതുകൊണ്ട് നമ്മൾ ചിക്കന് പോലെ ഒക്കുകയില്ല, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താലേ ഒക്കത്തുള്ളൂ. പിന്നെ ഈ സമയത്ത് വലിയ അത്യാവശ്യമൊന്നുമില്ല, പക്ഷെ കറിവേപ്പില കുറച്ച് ദിവസമായാലും എടുത്തിട്ട്, അപ്പോൾ എനിക്ക് ഇട്ടേ പറ്റുള്ളൂ, ഞാൻ ഇടുക. ഇനി അടുപ്പ് അങ്ങോട്ട് കത്തിച്ചേച്ച് നമുക്ക് മട്ടൺ വേവാൻ വെക്കണം. നമ്മുടെ മട്ടൺ വേവാൻ ഞാൻ കുക്കറിലിട്ടു. പിന്നെ ഒരു എന്നാന്നറിയോ, ഒരു 6-7 പ്രഷർ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, അത് തണുത്തൊക്കെ ഇരിക്കുമല്ലേ, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റിയില്ല, ഇച്ചിരി കൂടെ വെള്ളം വറ്റാനുണ്ട്. പക്ഷെ അത് കാര്യമാക്കണ്ട കേട്ടോ. എന്നാന്ന് വെച്ചാലേ നമുക്കിനി അതിനകത്തൊരു ചെറിയ പ്രൊസീജിയറുണ്ട്. പ്രൊസീജിയറൊന്നുമല്ല, അടുത്ത സ്റ്റെപ്പാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഇനി ഇച്ചിരി ഒന്ന് മൊരിച്ചെടുക്കണ്ടേ. മൊരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ മട്ടൺ ആണെങ്കിൽ നമ്മൾ ബാക്കി മീറ്റൊക്കെ ചെയ്യുന്ന കൂട്ട് ഒത്തിരി അങ്ങോട്ട് മൊരിയുവേല, എന്നാലും ഒരു ഇച്ചിരി ഒരു മൊരിഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇനി ഈ അടുപ്പ് അങ്ങോട്ട് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ മതി. നമ്മുടെ നാടൻ ഭക്ഷണമല്ലേ, അന്നേരം ഇച്ചിരി വെളിച്ചെണ്ണ മതി. ഇതിപ്പോൾ നമ്മൾ വെന്ത് വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു ഇച്ചിരി കുറവാണ്. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മട്ടൺ ആണെങ്കിൽ നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റിയിൽ നിന്ന് വെന്ത് വരുമ്പോഴത്തേനും അത് ഇച്ചിരി അങ്ങോട്ട് ചുരുങ്ങുവേ. അന്നേരം അതിന് ഇച്ചിരി ഒരു അരപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വെച്ചേക്കുമല്ലേ കുറച്ച് ഉള്ളി, അതിനെ ഇച്ചിരിയും കൂടി ഒന്ന് കൊച്ചായിട്ടൊക്കെ അരിഞ്ഞേച്ച് ഇതിനകത്തൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു ഗ്രേവി കിട്ടും. ഇടാം അല്ലേ, കുറച്ചൊന്നും ഇടാം. എണ്ണ ചൂടാവുന്ന സമയത്തെ നമുക്കൊരു ഇച്ചിരി ഒരു കുറച്ച് മതി. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാന്നറിയോ, ഇച്ചിരി ചെറുതാക്കുന്നത് തന്നെയാണ് നല്ലേ. ഓംലെറ്റിനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു കുറച്ച് ചെറിയ ഉള്ളി എൻ്റെ കയ്യിലുണ്ട്, അതിട്ടാലും മതി. പക്ഷേ ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലേ, നമ്മൾ അരിഞ്ഞു വെച്ച് എന്നാ ഉള്ളി അരിയാനും മറ്റേ എന്നാ ചെറിയ ഉള്ളി പൊളിക്കാനും ഒക്കെ അന്നേരം എന്നാ മെനക്കേടാ. അന്നേരം പിന്നെ ഉള്ളത് കളയണ്ട, നമുക്കിട്ടേക്കാം. ഇപ്പം ഇത് എന്നാന്നറിയോ, ശരിക്കും നമുക്ക് ആ മട്ടനൊക്കെ വെന്ത് വരുമ്പോൾ ഗ്രേവി കുറവാണെങ്കിൽ ഓൺ ദ സ്പോട്ട്
അപ്പം ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞു തരാഞ്ഞേ. ഇതിപ്പോൾ നമ്മൾ വെന്ത് വരുമ്പോഴല്ലേ നമുക്ക് കാര്യം അറിയത്തുള്ളൂ. ഈ ഉള്ളി അങ്ങോട്ടിട്ട് ഇച്ചിരി ഒന്ന് മൂത്ത്, ഉള്ളി വെളിച്ചെണ്ണയെ കിടന്ന് മൂക്കുമ്പോഴേ ഞാൻ ഉറപ്പായിട്ടും കറിവേപ്പില ഇടും. കറിവേപ്പില മൂക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് ടൊമാറ്റോയും കൂടി ഇരിപ്പുണ്ട്. അതാന്നേലും ഞാനൊരു 2-3 കഷ്ണം അങ്ങോട്ട് ഇടുവാന്നേ. അത് ഇച്ചിരി ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് വെച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ഇടുക. ഇച്ചിരി നമ്മൾ മട്ടൺ വെന്തേച്ചും ഉണ്ടല്ലോ, അതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങ് മുഴുവൻ വറ്റിക്കോട്ടെ എന്നും പറഞ്ഞ് ആ മട്ടൺ വേവുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെന്തോട്ടെ. പക്ഷേ ഈ റെസിപ്പിക്ക് എന്നാണെന്നറിയോ, അത് നല്ല വെന്ത് ഉടഞ്ഞ ഒരു മട്ടണാണ് നമുക്ക് വേണ്ടി. പിന്നെ എന്നാണെന്നറിയോ, നമ്മൾ എപ്പോഴായാലും കുക്കറിനകത്ത് അതിനറ്റത്തൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ആ അരപ്പൊക്കെ പറ്റി പിടിച്ചിരിക്കുവേ, അതൊക്കെ ഇങ്ങനെ മാന്തി ഇട്ടേക്കണം. എന്നാന്നോ, അതിനാണ് ഏറ്റവും സ്വാദ്. ഇനി അങ്ങോട്ട് തീ കൂട്ടി വെച്ചേച്ച് നമുക്ക് ഈ മട്ടൺ ഒന്ന് ഒത്തിരി മൊരിഞ്ഞു പോകണ്ട കേട്ടോ. എന്നാന്ന് വെച്ചാൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ മസാലയാണെങ്കിൽ ഒത്തിരി ഡ്രൈ അല്ലല്ലോ, ഇച്ചിരി ഒരു ഡ്രൈ ആയിട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്, ഇച്ചിരി ഡ്രൈയേ ഉള്ളൂ. എന്നാൽ ഇതും അതേപോലെ ഒരു ഇച്ചിരി ഡ്രൈ ആക്കി വെച്ചാൽ മതി, ഒരുപാട് ഡ്രൈ ആക്കണ്ട. എന്നാൽ നമ്മൾ ഇട്ട ഉള്ളിയും തക്കാളിയും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് എന്നാ പറയുന്നത് ഒന്ന് മൊരിഞ്ഞ് വരുവേലേ, അത്രയൊക്കെ മതി. ഇനി ഇതിനകത്തോട്ട് വേണമെങ്കിൽ, ഇപ്പം എനിക്ക് തോന്നിയത് അതുകൊണ്ടാട്ടോ ഞാൻ നേരത്തെ പറയാത്ത, വേണമെങ്കിൽ ഈ ഇട്ട ഇൻഗ്രീഡിയൻ്റ് ഒക്കെ മതി, വേണമെങ്കിൽ ഒരിച്ചിരി ഒരു ചതച്ച കുരുമുളകും കൂടെ ഒക്കെ ഇടുവാന്നേൽ നല്ലയാ. ഈ കൂട്ടിൻ്റെ കൂടെ ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഓംലെറ്റിനകത്ത് ഇട്ടേച്ചാലും മതി, ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ. പക്ഷെ ഇതിൻ്റെയൊക്കെ മണം അടിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇതിനകത്തോട്ട് ഇടാനാ തോന്നുന്നത്. ഞാൻ എന്തായാലും ഒരു ഇച്ചിരി ഇടത്തുള്ളൂ. പിന്നെ ആ സ്പൈസസിൻ്റെ കൂടെ ഒന്നും നമുക്കാണെങ്കിൽ എന്നാ പറയുന്നത് വറ്റൽമുളക് ഒന്നും കുറയ്ക്കാൻ ഒത്തില്ലെങ്കിലുണ്ടല്ലോ, എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്രഷ്ഡ് ചില്ലി നമ്മൾ ഉള്ളി മൂപ്പിക്കുവേലേ, അന്നേരം ഇട്ടേച്ചാലും മതി. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇങ്ങനെ ചുമന്ന കളറൊക്കെ ആയിട്ടിരിക്കും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പച്ചനിറം കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുവാന്നേ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കറിവേപ്പിലൊന്നും ഇത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ മണമൊക്കെ വരുമ്പോൾ നമ്മൾ ഇടുന്നു പോകുന്ന കേട്ടോ. അല്ലെങ്കിൽ തന്നെ കറിവേപ്പിലയും കൊണ്ടുള്ള എന്നാ ഗുണങ്ങളാണ്, അതൊക്കെ നമ്മൾ എന്നത്തിനാണ് നമ്മൾ വെറുതെ കളയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന കാര്യമല്ലയോ ഈ കറിവേപ്പില. എല്ലാവരും പറയും ഓ ദേണ്ട ഇടുന്നേ, അന്നേരം ഉണ്ടല്ലോ ഞാൻ ശരിക്കും എനിക്ക് ബേസിക്കലി പറയുവാണെങ്കിൽ എനിക്ക് കറിവേപ്പില കറികളിലൊക്കെ ഇടാൻ അന്നേരം ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പനി പോലെ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്നാ ഔഷധ ചെടിയാന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയല്ലേ. അന്നേരം നമ്മൾ കറിവേപ്പില കൂടുതൽ കുറ്റം പറയൊന്നും വേണ്ട. പിന്നെ എത്ര ഇടാൻ പറ്റുമോ അത്രയൊക്കെ ഇട്ടോ. പിന്നെ ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് എന്നാന്നോ, ചന്തയിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും ഒരു കറിവേപ്പിൻ്റെ തൈ നമ്മുടെ മുറ്റത്ത് വെച്ചാൽ അത്രയും നല്ലതല്ലേ. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുവേ ഞാൻ എന്നത്തിന് ഇന്ന് ഈ മട്ടൺ ഓംലെറ്റ് ഉണ്ടാക്കിയെന്നേ. ഒരു കാര്യം നോക്കുവാന്നേൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമല്ലേ. എന്നാൽ ശരിക്കും ഇന്ന് ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആദ്യം എന്നോട് പറഞ്ഞ എന്നാന്നറിയാം, മോളെ എനിക്ക് ഒരു നല്ലൊരു മട്ടൺ കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മട്ടൺ കട്ട്ലേറ്റ് ആന്നേൽ ഇതിന് മുന്നേ ഉണ്ടാക്കിയതല്ലേ. അന്നേരം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും എന്നാൽ അദ്ദേഹത്തിന് മട്ടനോട് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞേ. എന്നാൽ ആലോചിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചതിൽ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയ ഒരു റെസിപ്പിയും കൂടിയായതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരോടും കൂടെ പറഞ്ഞു തരണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ മട്ടൺ ഓംലെറ്റ് ഉണ്ടാക്കിയത്. ഇന്നിവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ മോസ്റ്റ് പൊളിറ്റീഷ്യനാണ് ഇന്നിവിടെ വരുന്നത്. നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ MM ഹസൻ സാറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയായിരുന്നു നമ്മുടെ ഈ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് മട്ടൺ ഒത്തിരി ഇഷ്ടമാണ്. അന്നേരം പിന്നെ എപ്പോഴും നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ ഒക്കുമോ, ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി നമ്മുടെ ആനീസ് കിച്ചണിലൂടെ കൊടുക്കണ്ടേ.
ഇതേ എനിക്കിപ്പോൾ ഇത്രയും കുഴഞ്ഞ് നല്ലൊന്ന് മുരിഞ്ഞ പരുവം അയച്ചാൽ മതി, ഇത്രേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഇച്ചിരി കൂടി ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. എന്നാന്ന് വെച്ചാൽ അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ യു, ഓരോരുത്തർക്കും ഓരോ പരുവല്ലേ. എനിക്കിപ്പോൾ ഇത്രയും ഈ പരുവത്തിലായി എനിക്കിഷ്ടം. എന്നാലേ അതിനകത്ത് ഒരു എന്നാ പറയുന്നത് ആ ഒരു നമ്മുടെ പൊടിമാസമൊക്കെ വെക്കുന്ന കൂട്ട് അത് ഇങ്ങനെ ഒന്ന് ഇച്ചിരി ഒരു കുഴഞ്ഞ ഒരു രൂപത്തിൽ ഇരിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓംലെറ്റാണ്. ഓംലെറ്റ് ആർക്കും അറിയാൻ മേലാത്തേ അല്ലേ? എല്ലാവർക്കും അറിയാം, പക്ഷേ എന്നാന്നറിയോ, വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും മാത്രമേ ഉള്ളൂ. മുട്ടയും മാത്രമല്ലേ ഉള്ളൂ ഓംലെറ്റിന്. എന്നാൽ മട്ടൺ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു മട്ടൺ ഓംലെറ്റ് ചെയ്യുവാണെങ്കിൽ 2 മുട്ട എടുക്കണം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കൂട്ടേ ഉള്ളൂ. വൃത്തിയാക്കി വെച്ച് നമ്മുടെ മട്ടൺ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമുള്ള പരുവത്തിന് ഞാനത് മുരിച്ച് വെച്ചേക്കുക. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ, നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ പാൻ ചൂടാവാൻ വെച്ചു. ഓംലെറ്റ് ഉണ്ടാക്കാനൊന്നും ഞാൻ വലുതായിട്ട് പറഞ്ഞു തരണ്ട, എന്നാലും ഇച്ചിരി ഒന്ന് പറഞ്ഞു തരണ്ടേ. രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് ഇച്ചിരി ഒരു എന്നാ പറയുന്നത്, എത്ര ഉള്ളി വേണ്ടിയെന്ന് വെച്ചാൽ അതിട്ടോ കേട്ടോ. ഇച്ചിരി ഉള്ളിയൊക്കെ ഇരുന്നോട്ടെ, നല്ലത് തന്നെയാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, അതിനകത്ത് നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അന്നേരമൊക്കെ നോക്കണം, മുളക് പൊടിയൊക്കെ ഉണ്ട്. അന്നേരം ഇതിനകത്തോട്ടും കൂടെ പച്ചമുളക് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടും, അതുകൊണ്ട് ഇച്ചിരി നോക്കി വെച്ചിട്ടാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പേ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ ഇനി ഈ മുട്ടയ്ക്കകത്തോട്ടുണ്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാവേ. ഇതിനകത്ത് ഇച്ചിരി പാലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കുവാണെങ്കിൽ, ഒത്തിരിയല്ല പറയുവാണെങ്കിൽ 2 മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇത് ഇട്ടേച്ച് നല്ലതായിട്ട് വെള്ളം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി പാൽ ഒഴിച്ചേച്ച് ഉണ്ടാക്കുവാന്നേലും മുട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് വരും. മാത്രമല്ല പാലാന്നേലും ഇച്ചിരി എന്നാ പറയുന്നത് രുചിയും കൂടെ കൂടുവേ. അന്നേരം ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ശരിക്കും മുട്ടയ്ക്ക് ടേസ്റ്റ് പാല് ഒഴിച്ചാലാ നല്ലേ അല്ലെങ്കിൽ ഉള്ളി ഇട്ടാലാ നല്ലേന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുക. പക്ഷേ ഇതിനകത്തൊരു സയൻസ് ഉണ്ട്. എന്നാന്നറിയോ, മുട്ട ബേസിക്കലി കുറച്ച് ചൂടുള്ളതാണ്. അന്നേരം ഈ ചൂടിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ ഉള്ളിയൊക്കെ ഇടാനായിട്ട് പറയുന്നത്. ഉള്ളി ബേസിക്കലി തണുപ്പാണ്. അപ്പം അങ്ങനെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയത് ഒരു സയൻസ് ആയിട്ടാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല പാലാന്നേലും അത് ഇച്ചിരി തണുപ്പാണ്. അപ്പോൾ ഈ മുട്ടയുടെ എത്ര ഹീറ്റ് ഉണ്ടോ അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ബാലൻസിങ്, അതാണ് ശരിക്കും ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഇച്ചിരി മതി. ആ ഒഴിച്ചേക്കുന്ന ആ 1 സ്പൂണെ അങ്ങോട്ട് മുഴുവാക്കി വെച്ചാൽ മതി. കൊച്ചു പാനാണെങ്കിൽ നമുക്ക് ഫുൾ ആക്കാമേ. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ എനിക്ക് എന്നാ പറയുന്നത് ഇച്ചിരി വലിയ പാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹാഫ് ആക്കിയേ. ഇനിയിപ്പോൾ ഇത് ഇച്ചിരി അപ്പുറേ വശം ഇച്ചിരി ഒന്ന് മൂക്കണം, എന്നാലേ നമുക്ക് മറിച്ചിടാൻ ഒക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. ഈ മുട്ട മറിച്ചിടുക പറഞ്ഞ ഒരു ഞാനുമേ കളിയാ. മറിച്ചിട്ട് ശരിയായാൽ ഓക്കെ എന്ന് ഞാൻ പറയാം. ഇനി ഇത് ഒത്തിരി മൊരിയണ്ട. ഇനിയിപ്പോൾ അഥവാ മുട്ട അങ്ങോട്ട് പൊട്ടി പോവാന്നേലുണ്ടല്ലോ ഇച്ചിരി വിഷമിക്കൊന്നും വേണ്ട, ഇച്ചിരി മുട്ട ഇതിനകത്തോട്ട് വെച്ചാൽ മതി. അപ്പം നമ്മൾ മറിച്ചും തിരിച്ചു നോക്കി ഇടുമ്പോഴത്തേനുണ്ടല്ലോ ആ പൊട്ടിയ ഭാഗത്തോട്ട് ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പഴയ പോലെ തന്നെ ഒരു മുട്ട കിട്ടും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൺ ഓംലെറ്റ്. ഇനി ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൺ ഓംലെറ്റ്. ഇനി ഞാൻ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ചേച്ചിയും കൂടെ വരുവാന്നേലും ഒന്നും കൂടെ ഉണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ. പക്ഷേ എന്നാന്നോ ഇത് ചൂടോടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ മുട്ടയല്ല ഇച്ചിരി തണുത്ത് പോയാൽ ഒന്നും ഓക്കുകയല്ല, അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും.